Meet the editors. 1949 നവംബർ മാസത്തിലാണ് കോട്ടയത്ത് വെച്ച് ചേർന്ന ഒരു ഹൈന്ദവ സമ്മേളനത്തിലാണ് നമ്മൾ ഈ മുദ്രാവാക്യം ആദ്യം കേട്ടത്. നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളതായിരുന്നു ആ ടാഗ്. പിന്നീട് ഏറെക്കാലം നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളത് ഹൈന്ദവ ഏകീകരണത്തിനും ഹൈന്ദവ സംഘടനകളുടെ ജാതിരഹിത ഏകീകരണത്തിനും വേണ്ടി മന്നത്തിൻ്റെയും ശങ്കറിൻ്റെയും പേരിൽ ആ മുദ്രാവാക്യം മുഴങ്ങിക്കിട്ടു. ആ മുദ്രാവാക്യത്തെയാണ് ഇപ്പോൾ നമ്പൂതിരി മുതൽ നായാടി എന്നത് ഉപേക്ഷിച്ച് വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നസ്രാണി എന്നത് മാറ്റി എഴുതിയിരിക്കുന്നത്. ഇതൊരു വർഗീയമായിട്ടുള്ള ഒരു ആഹ്വാനമാണോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിനു മുമ്പ് ഈ ഹിന്ദു ഐക്യത്തിലേക്കും ഒരുപക്ഷെ 2026 പുതിയ ഹിന്ദു മഹാമണ്ഡലം രൂപീകരണത്തിലേക്കുമൊക്കെ NSSും SNDPയും ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ യോജിച്ചു പോകാനാകും, ഏതൊക്കെ വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. കേരളത്തിലെ പ്രബല സമുദായിക സംഘടനകളായ NSSും SNDPയും പല വിഷയങ്ങളിലും പല സമയങ്ങളിൽ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം NSSും SNDPയും യോജിക്കുന്നതെവിടെ, വിയോജിക്കുന്നതെവിടെ എന്നുള്ളത്. ഭൂരിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 1949 മുതൽ 1950-ൽ 51-ലൊക്കെ മന്നവും ശങ്കറും ചേർത്ത് നടത്തിയ ഇടപെടലുകളുണ്ട്. അത് ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് മുതൽ തന്നെ ജാതിരഹിതമായ ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണം, പക്ഷേ അന്നത് കോൺഗ്രസിനെ ലക്ഷ്യമിട്ടായിരുന്നു. ഇന്നും നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിനെയും UDFനെയും ലക്ഷ്യമിട്ടാണെന്നുള്ളതാണ് കാര്യം. അതിൽ ഭൂരിപക്ഷ ഐക്യത്തെക്കുറിച്ച് NSSനും SNDPക്കും ഒരേ സ്വരമാണ്. ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് NSSനുള്ളത്, SNDPക്കുള്ളത്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ വലിയ നാമജപ ഘോഷയാത്രയൊക്കെ നടന്നെങ്കിലും യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആ തെറ്റ് തിരുത്തി. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പിന്തുണയ്ക്കുന്നു, SNDPയും പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇതാ നോക്കൂ, സാമ്പത്തിക സംവരണം പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ സാമ്പത്തിക സംവരണം അഥവാ മുന്നോക്ക സംവരണത്തിൻ്റെ കാര്യത്തിൽ NSS 10% സംവരണം നടപ്പാക്കിയ സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുമ്പോൾ മുന്നോക്ക സംവരണത്തിന് എതിർത്ത് നിലപാടെടുക്കുകയാണ് SNDP. കാരണം ആ സംവരണത്തിൽ അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ജാതി സെൻസസ് വരുമ്പോൾ നേരത്തെ സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാത്ത NSS സാമുദായിക സംവരണം വരുന്ന സമയത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ജാതി സെൻസസ് വേണം എന്ന നിലപാട് SNDP എടുക്കുമ്പോൾ ജാതി സെൻസസ് പാടില്ല എന്ന നിലപാട് NSS എടുക്കുന്നതും കാണാം. ഈ വിഷയങ്ങളിലൊന്നും NSSനും SNDPക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലെ സമദൂരം എന്നുള്ള ആശയമാണ് NSS ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. LDF സർക്കാരിനോട് വലിയ വിയോജിപ്പുകളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് ഇന്ന് സുകുമാരൻ നായർ വിട്ടുനിന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ പോലും ആ അർത്ഥത്തിലുള്ളൊരു വിമർശനം നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പോലും അങ്ങനെ ഒരു വിമർശനം നടത്തിയിട്ടില്ല. ഇപ്പോഴും സമദൂരമാണ് തങ്ങളുടെ നിലപാടെന്ന് NSS പറയുമ്പോൾ അടുത്ത ടേം LDF വരും എന്ന നിലപാടെടുക്കുന്നത് SNDPയാണ്. VD സതീശനെ കുറിച്ചുള്ള വിമർശനത്തിൽ വീണ്ടും ഇവർ രണ്ടുപേരും ഐക്യപ്പെടുന്നത് കാണാം. ലീഗിൻ്റെ വിമർശനത്തിൽ NSS ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നു. NSS ആ അർത്ഥത്തിൽ തുടർന്ന് ലീഗിനെതിരെ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുന്നതും കാണാം. BJPയെ കുറിച്ചുള്ള വിമർശനം NSS ഇന്നത്തെ യോഗത്തിൽ നടത്തുന്നുണ്ട്, പക്ഷേ SNDP നടത്തുന്നില്ല എന്ന് കാണാം. കൗതുകകരമായ കാര്യമാണ്. കാരണം NSS തൃശ്ശൂർ പിടിച്ചതുപോലെ BJPക്ക് NSS പിടിക്കാൻ കഴിയില്ല എന്ന ഒരു വാചകം ഇന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു നോക്കൂ, BJPയെക്കുറിച്ച് കമാന്നൊരക്ഷരം വെള്ളാപ്പള്ളി നടേശൻ മിണ്ടൂല. അതേസമയം ലീഗിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സുകുമാരൻ നായരും വിമർശനമൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏറെ വ്യത്യാസങ്ങളും എന്നാൽ ചില വിഷയങ്ങളിൽ യോജിപ്പുകളും ഉള്ളതാണ് NSSും SNDPയും തമ്മിലുള്ളത്. 1949-50 കാലഘട്ടത്തിൽ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കാൻ ഇറങ്ങിയ ശങ്കറിൻ്റെയും മന്നത്തിൻ്റെയും അവസ്ഥയിലല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഉള്ളത് എന്നുള്ളത് ചരിത്രം പഠിച്ചാലും രാഷ്ട്രീയം നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് സ്മൃതി കൗതുകകരമായ കാര്യമുള്ളത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒട്ടേറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇപ്പോഴും NSSനും SNDPക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. സാമ്പത്തിക സംവരണമാവട്ടെ, സാമുദായിക സംവരണമാവട്ടെ, ജാതി സെൻസസ് ആവട്ടെ, രാഷ്ട്രീയത്തിലെ സമദൂരമാവട്ടെ, ലീഗ് വിമർശനമാവട്ടെ, BJPയെക്കുറിച്ചുള്ള വിമർശനമാവട്ടെ, എന്നാൽ ഇവരെല്ലാവരും ഒരുമിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബിന്ദു VD സതീശനാണ്. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപക്ഷെ അധികാരത്തിൽ സർക്കാർ എത്തിയാൽ ലഭിക്കാൻ പോകുന്ന അധികാരത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക അവരെ യോജിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എങ്ങനെയാണ് അതിനെ സ്മൃതി കാണുന്നത്? ഈ ഐക്യം നായാടി മുതൽ
നസ്രാണി വരെ എന്നുള്ള ഒരു മുദ്രാവാക്യം, അത് NSS പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിച്ചിട്ടില്ല. ഹിന്ദു ഐക്യത്തെക്കുറിച്ച്, സമുദായ ഐക്യത്തെക്കുറിച്ച് ചർച്ചകളാകാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അക്കാര്യത്തിലൊരു വിയോജിപ്പുള്ളതായിട്ട് തോന്നുന്നുണ്ടോ സ്മൃതിക്ക്? ഏറ്റവും അപകടകരമായ വർഗീയ ധ്രുവീകരണ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഐക്യശ്രമം നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അതൊരു ഘട്ടത്തിൽ പൊളിഞ്ഞു പോവുകയായിരുന്നു. അന്ന് സുകുമാരൻ നായരുമായി ഐക്യപ്പെടാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി SNDP യോഗം നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. രണ്ടുപേരും ഐക്യത്തോടെ ആദ്യത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞത്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ആ ഐക്യം തകർന്നു. വെള്ളാപ്പള്ളി അധിക്ഷേപ പ്രതികരണങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തുന്നുണ്ട്. സുകുമാരൻ നായരെ പറഞ്ഞിട്ടുള്ളത് മന്ദമിരുന്നെടുത്ത് ഇപ്പോൾ ഇരിക്കുന്നതൊരു മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ഈ ഐക്യം എന്നുള്ള ചത്ത കുതിരയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത്, ഈ പറയുന്ന നായാടി മുതൽ ഇപ്പോൾ നസ്രാണി വരെ എന്ന് പറയുന്നിടത്ത് അതിൽ കുറച്ചുകൂടി കടന്ന രീതിയാണ്. അത് നസ്രാണി വരെ എന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതെന്താണ് അങ്ങനെ വരുന്നത്? അപ്പോൾ അതിൽ ഒഴിവാക്കപ്പെടുന്ന ആരാണ്? മുസ്ലിം ന്യൂനപക്ഷമാണ് ഒഴിവാക്കപ്പെടുന്നത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്ക് പേടിയാണ് എന്നാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിക്കാതെ പോയൊരു പ്രയോഗമാണ്. അവർക്ക് പേടിയാണ്. ആർക്ക് പേടിയാണ്? ക്രിസ്ത്യൻ വിഭാഗത്തിന്, മുസ്ലിം ന്യൂനപക്ഷത്തെ ഭയമാണത്രേ. അപ്പോൾ ഇങ്ങനെ ഒരു വർഗീയ പ്രതികരണം നടത്തിയ വെള്ളാപ്പള്ളി എന്ത് ഐക്യത്തിനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കെതിരെയുള്ള ഐക്യം? ഈ ഐക്യം ആർക്കു വേണ്ടി? അപ്പോൾ ആര് പറയുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന സമിതി അധ്യക്ഷന്റെ വർഗീയ പ്രതികരണത്തെക്കുറിച്ചാണ് കേട്ടോ. ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് ഓർമ്മിച്ച് പോകാമെന്ന് തോന്നുന്നു. പിയാസുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. വെൽക്കം പിയാസുനിൽ. ഒരു വർഗീയവാദിയുടെയും തിണ്ണനിറങ്ങാൻ തന്നെ കിട്ടില്ലെന്നാണ് VD സതീശൻ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത്. ഇന്ന് പെരുന്നയിൽ വെച്ച് സുകുമാരൻ നായർ VD സതീശനെ കടന്നാക്രമിക്കുന്നതും ആ വാചകം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്താണ് VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തപ്പോൾ, തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒക്കെ സതീശൻ പറഞ്ഞ ആ നിലപാട് നമുക്കൊന്ന് കേട്ടുവരാം. എല്ലാ വർഗീയതയും, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചേർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ UDF പോവില്ല. കാർക്കശ്യം നിറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത്. അവരുടെ വോട്ട് വേണ്ട എന്നുള്ള പ്രഖ്യാപനം വരെ ഞങ്ങൾ നടത്തി. മതേതരവാദികളുടെ വോട്ട് കൊണ്ട് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ജയിച്ചാൽ മതി എന്നുള്ള നിലപാടെടുത്തു. ഈ കർശനമായ നിലപാട്, കാർക്കശ്യം നിറഞ്ഞ ഈ നിലപാട് കേരളത്തിലെ എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NSSന്റെ തിണ്ണയിലിരുന്ന് നിറങ്ങിയ ആളാണ് VD സതീശൻ എന്നായിരുന്നു ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ ഇന്നത്തെ പ്രതികരണം. യഥാർത്ഥത്തിൽ തിണ്ണ നിറങ്ങിയെന്നല്ല പറഞ്ഞത്, തിണ്ണ നിറങ്ങിയില്ല, അവിടെ വന്ന് 1.5 മണിക്കൂർ NSSന്റെ ആസ്ഥാനത്തിരുന്നു എന്നാണ്. സതീശനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് പണി കിട്ടുമെന്നും പ്രതിപക്ഷ നേതാവിന് അഹങ്കാരമാണെന്നും വരെ G സുകുമാരൻ നായർ ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ സർക്കാരിനെ തലോടാനും ജനറൽ സെക്രട്ടറി പറഞ്ഞില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തെറ്റിതിരുത്താൻ സർക്കാർ തയ്യാറായിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. VD സതീശനെ എങ്ങനെയാണ് സുകുമാരൻ നായർ വിമർശിക്കുന്നത് എന്ന്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് തിണ്ണയിരുന്ന് നിറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഓടി ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു. ശബരിമലയിൽ ചില ചിട്ടകളുണ്ട്. അവിടെ സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകളെ കയറ്റരുതെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇന്ന ഏജിനകത്തുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞു. അതൊരു കീഴ്വഴക്കമാണ്. അതിനുവേണ്ടി പറയാൻ ഒരുത്തരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഖണ്ഡിച്ചു ഈ ഗവൺമെന്റ്. സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തി, മറ്റ് ആചാരങ്ങൾ തെറ്റിക്കാൻ നോക്കിയപ്പോൾ NSS ശക്തമായിട്ട് അതിനെ എതിർത്തു. നാമജപഘോഷ യാത്ര നടത്തി, അത് ക്ലിക്ക് ചെയ്തു. അന്നേരം ഇതിൻ്റെ കൂടെ കൂടിയ വോട്ട് കിട്ടുമെന്നും പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസും BJPയും കൂടെ കൂടി. അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അവരത് വിട്ടുപോയി. 2 പേര് സ്ഥലം വിട്ടുപോയി. ഞങ്ങൾ ഒറ്റയായി. ഞങ്ങൾ നിയമപരമായിട്ട് കേസുകൾ നടത്തി, സുപ്രീം കോടതി വരെ പോയി. നമുക്ക് ലക്ഷ്യം അതേ ഉള്ളൂ, ഇത് മുതലെടുക്കുക എന്നുള്ളതല്ല. നമുക്ക് ആചാരങ്ങൾ നിലനിന്ന് പോകണം. അത് തിരുത്താൻ അവർ തയ്യാറാകുമ്പോൾ ആ നടപടിയിൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്യും. VD സതീശനെ NSSും SNDPയും കടന്നാക്രമിക്കുമ്പോൾ, സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കടന്നാക്രമിക്കുമ്പോൾ VD സതീശൻ്റെ മറുപടിയും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വർഗീയതയോട് ഏറ്റുമുട്ടി വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു വിമർശനങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി. അതും കാണാം. ഞങ്ങൾക്ക് എല്ലാവരും ഐക്യപ്പെട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും.
ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല. അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ്. അദ്ദേഹം പലരുടെയും ഉപകരണമായി മാറുന്നു. അങ്ങനെ ആകരുത്. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പെട്ട് പുറച്ചു കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല. CPM-ഉം സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുക. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. അത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാൻ എന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി പറഞ്ഞു. പിയാസുനിൽ കൂടിയുണ്ട്. പിയാസുനിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇന്നത്തേത് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുകുമാരൻ നായരുടെയും ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെയും നീക്കമാണോ നമ്മൾ കണ്ടത്? ഉന്നം VD ആയിരുന്നോ? VD സതീശൻ കേരളത്തിലെ ഹീറോ ആയി മാറി. VD സതീശനെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ചേർന്ന് കേരളത്തിലെ ഹീറോ ആക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിലെ രാഷ്ട്രീയമാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം എന്നത്? വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഇപ്പോ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ, അപ്പോൾ അപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയമാണ്. ഉത്തരേന്ത്യയിൽ എന്ത് രാഷ്ട്രീയമാണോ BJPയും സംഘപരിവാറും ഉയർത്തുന്നത് അതിന് സമാനമായ രാഷ്ട്രീയമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്നിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നു. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ പറയുന്നു. പക്ഷേ കേരളത്തിൽ വർഗീയ വിഷം തുപ്പുക, വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക, അതിനുവേണ്ടി പ്രസ്താവന നടത്തുക, കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ മാറ്റിയെടുക്കുക, അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്, ഇന്നലെ നടത്തിയത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. അതിനുള്ള പിന്തുണ ഇപ്പോൾ സുകുമാരൻ നായർ കൂടി നൽകിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ വിഷയം ഈ വർഗീയതയാണ് എന്ന് ഈ സാമുദായിക നേതാക്കൾ തീരുമാനിക്കുകയാണ്. ആ നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കാം. പ്രത്യേകിച്ച് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ അതിനുള്ളിലെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ UDF-നെതിരായ രാഷ്ട്രീയമാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അതല്ല VD സതീശൻ നയിക്കുന്ന മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തെ NSS-ഉം SNDP-യും ഒരുമിച്ച് എതിർക്കുന്നു എന്നാണോ കണക്കാക്കേണ്ടത്? പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെയും VD സതീശനെ പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ കാണുന്നത്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അനുചിതമായ ഒരു സംവിധാനം അല്ല ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? ഇപ്പോൾ VD സതീശനെതിരെ NSS, SNDP-യും നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ VD സതീശൻ വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ മാത്രമാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങളെ മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് PR സുനിൽ പറഞ്ഞ പോലെ അത് സംഘപരിവാർ രാഷ്ട്രീയം മാത്രമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അത് ഇടതുപക്ഷ രാഷ്ട്രീയമായി കാണാനേ കഴിയില്ല. ഇപ്പോഴവർ ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടാവാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂർ മതി ഈ ട്രെൻഡ് മാറാൻ എന്ന് പറയുന്നുണ്ടല്ലോ സുകുമാരൻ നായർ. ഈ 24 മണിക്കൂർ പിന്നീട് ഒരിക്കലും ഉണ്ടായാൽ ആ ട്രെൻഡ് ചിലപ്പം BJPക്ക് അനുകൂലമായി മാറാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അനുചിതമായൊരു സംവിധാനമാണോ എന്ന് നോക്കിക്കേ. അങ്ങനെ അനുചിതമായ സംവിധാനം അല്ല. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ അതിനെ കണക്കാക്കേണ്ടതാണ്? വർഗീയ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞിട്ടില്ല കേട്ടോ. സുകുമാരൻ നായർ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞു. പക്ഷേ ആരാണത് അതിന് നേതൃത്വം കൊടുത്ത് അത് തുടങ്ങി വെച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ അകത്ത് വർഗീയ രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് മാത്രമല്ല, ഇന്ന് സുകുമാരൻ നായർ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, BJP തള്ളി പറയുകയും ചെയ്തു. അപ്പം സുകുമാരൻ നായർ എന്ന് പറഞ്ഞത് ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? കോൺഗ്രസ് അധികം അഹങ്കരിക്കേണ്ട എന്നതിനകത്ത് പറഞ്ഞിട്ട് കോൺഗ്രസ് അധികം അഹങ്കരിക്കേണ്ട, അഹങ്കാരം നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ താഴ്മയോടുകൂടി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചു എന്ന് കരുതി നിങ്ങൾ ഓവർ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിന് ചോദ്യം എങ്ങനെയായിരുന്നു? കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞത് അതൊക്കെ ഇത്തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് കാത്തിരുന്ന് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതസമുദായത്തിൻ്റെ നേതാവ്, കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ് എന്നുള്ളതാണ്. നമ്മൾ ഈ താക്കോൽ സ്ഥാനമൊക്കെ കേട്ടതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹം പെരുമാറിയത്, അതൊക്കെ ഇടപെട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇടപെടാൻ ശേഷിയുള്ള ഒരു നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇടപെടാൻ ശേഷിയുള്ളതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ള നേതാവാണ് അല്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കോൺഗ്രസ് രാഷ്ട്രീയം ഇടപെട്ടുള്ള നേതാവ്. അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസ്സുകാർക്ക് അഹങ്കാരമുണ്ടെന്നും ആ അഹങ്കാരം VD സതീശനിലേക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് ചെറുതായി കോൺഗ്രസ്സുകാർ കാണുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും കാണരുത് എന്നുള്ളതാണ്
എന്നുള്ളതാണ്. അദ്ദേഹം എന്താണ് CPM-നെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തത് പറയുന്നുണ്ട്. കാരണം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞ ഇടതുപക്ഷം തെറ്റിദ്ധരുത്തി വന്നാൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കണ്ടേ എന്ന് ചോദിക്കുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഈ നാമജപ ഘോഷയാത്രയ്ക്കൊപ്പം UDF ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു. അവർക്ക് അതിനകത്ത് മുതലെടുപ്പ് നടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി. ഞങ്ങൾ ലാസ്റ്റ് ഒറ്റയ്ക്കായി ഞങ്ങൾ മാത്രം സ്റ്റേഷനിലേക്ക് എന്താണ് കോടതിയിൽ കേസ് നടത്തേണ്ട അവസ്ഥ വന്നു. അതിനുശേഷം അവർ തെറ്റിദ്ധരുത്തി വരുമ്പോൾ അവരെ അംഗീകരിക്കേണ്ട എന്നൊരു നിലപാടും കൂടെ എടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ വിചാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായാടി മുതൽ നസ്രാണി വരെ ഇന്നുള്ള ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗം ചിലപ്പോൾ NSSനെ കിട്ടാൻ സാധ്യതയില്ല. കറക്റ്റ്. Meet the editors.